ഹായ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രീസ് ആൻഡ് കണക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ ഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ട് ഗ്രാഫിൻ്റെ ഡെഫിനിഷൻ, അതുപോലെയുള്ള കുറച്ച് പാത്ത്, സൈക്കിള് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഒരു പോർഷനകത്ത് ഞാൻ ആദ്യം ട്രീസ് എന്താണെന്നും ട്രീസിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് അതൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാത്തിന്റെ ഇനീഷ്യൽ വെർട്ടെക്സും ടെർമിനൽ വെർട്ടെക്സും കോയിൻസൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഒരു സൈക്കിൾ എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഗ്രാഫ് എടുക്കുകയാണ്. ഇങ്ങനൊരു ഗ്രാഫ്, വെർട്ടെക്സ് V1, V2, V3 and V4. Then V2, V4, V3, V2 is a cycle. ഇതൊരു സൈക്കിളാണ്. ഈ ഗ്രാഫിൽ ഇതൊരു സൈക്കിളാണ്. ഒരു ഗ്രാഫിൽ ഒരു സൈക്കിളും ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഗ്രാഫിനെ വിളിക്കുന്ന പേരാണ് എസൈക്ലിക് ഗ്രാഫ്. എസൈക്ലിക് ഗ്രാഫ്. എസൈക്ലിക് ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a graph G is said to be acyclic if it contain no cycle. A graph without cycles is called a acyclic graphs. സൈക്കിൾ ആബ്സെന്റ് ആയിട്ടുള്ള ഗ്രാഫ്സ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? acyclic graphs. ഇപ്പോൾ ഞാൻ ഇങ്ങനൊരു ഗ്രാഫ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്രാഫിന്റെ പ്രത്യേകത, ഈ ഗ്രാഫിനകത്ത് സൈക്കിൾ ഇല്ല. അതുപോലെ ഇങ്ങനൊരു ഗ്രാഫ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രാഫ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്രാഫിൽ ഒരു സൈക്കിൾ ഫോം ചെയ്യുന്നുണ്ട്. ഒരു സൈക്കിൾ, ഇവിടെ ഇന്റർസെക്ഷൻ ഇല്ല, ഇവിടെ തുടങ്ങി ഇങ്ങനെ ഈ വെർട്ടെക്സിൽ വന്നു, ഇവിടെ വന്നു, ഇവിടെ വന്നു, തിരിച്ച് ഇവിടെ വന്നു, അഗൈൻ ഇവിടെ. ദാറ്റ് ഫോംസ് എ സൈക്കിൾ. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? എ സൈക്ലിക് ഗ്രാഫ് ആണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്ലിക് ഗ്രാഫ് ആണ്. സൈക്കിൾ ഉള്ള ഗ്രാഫ് ആണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? സൈക്ലിക് ഗ്രാഫ് എന്ന് വിളിക്കും. എ സൈക്ലിക് ഗ്രാഫ് ആൻഡ് സൈക്ലിക് ഗ്രാഫ്. അപ്പോൾ ഈ സൈക്ലിക് ഗ്രാഫ്, എ സൈക്ലിക് ഗ്രാഫിന്റെ പ്രത്യേകത വെച്ച് നമുക്കൊരു കാര്യം അറിയാം. ലൂപ്പ് എന്ന് പറയുന്ന ഒന്നറിയാം. ലൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? ലൂപ്പ് എന്ന് പറയുന്നത് ഒരു വെർട്ടെക്സിൽ തുടങ്ങി ആ വെർട്ടെക്സിൽ തന്നെ അവസാനിക്കുന്ന എഡ്ജുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ലൂപ്പുകൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ? സൈക്കിൾ ഓഫ് ലെങ്ത് 1 ആണ്. അപ്പോൾ ഒരു എസൈക്ലിക് ഗ്രാഫിനകത്ത് എന്തുണ്ടാവാൻ പാടില്ല? ലൂപ്സ് ഉണ്ടാവാൻ പാടില്ല. ഒരു എസൈക്ലിക് ആണെങ്കിൽ, എസൈക്ലിക് ഗ്രാഫ് ആണെങ്കിൽ അതിന് എന്തുണ്ടാവാൻ പറ്റത്തില്ല? ഇറ്റ് ഹാസ് നോ ലൂപ്സ്. ലൂപ്സ് ഒന്നും തന്നെ ഉണ്ടാവാൻ പാടില്ല. ലൂപ്സ് ഒന്നും തന്നെ എന്ത് ചെയ്യാൻ പാടില്ല? ഉണ്ടാവാൻ പാടില്ല. ഇനി മൾട്ടിപ്പിൾ എഡ്ജസ് വന്നു കഴിഞ്ഞാൽ, ഇങ്ങനെ രണ്ട് എഡ്ജസ്, മൾട്ടിപ്പിൾ എഡ്ജസ്, ഒരു രണ്ട് പെയർ വെർട്ടെക്സിനെ കണക്ട് ചെയ്ത് മോർ ദാൻ 1 എഡ്ജസ് ഉണ്ടെങ്കിലാണ് അതിനെ നമ്മൾ മൾട്ടിപ്പിൾ എഡ്ജസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ മൾട്ടിപ്പിൾ എഡ്ജ് വന്നാലും അതെന്തായി? സൈക്കിൾ ആയിട്ട് മാറി. സോ ദിസ് എസൈക്ലിക് ഗ്രാഫ് ഹാസ് നോ മൾട്ടിപ്പിൾ or parallel edges. അപ്പോൾ ഒരു ഗ്രാഫ് എസൈക്ലിക് ആണെങ്കിൽ ബൈ ഡെഫിനിഷൻ നമുക്ക് എന്ത് പറയാം? അതിനകത്ത് ലൂപ്പ് ഉണ്ടാവാൻ പറ്റത്തില്ല, അതുപോലെ തന്നെ എന്തുണ്ടാവാൻ പറ്റത്തില്ല? മൾട്ടിപ്പിൾ എഡ്ജസും ഉണ്ടാവാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ എസൈക്ലിക് ഗ്രാഫുകളെല്ലാം തന്നെ എന്തായിരിക്കും? സിമ്പിൾ ഗ്രാഫ്സ് ആയിരിക്കും. എസൈക്ലിക് ആണെങ്കിൽ ആ ഗ്രാഫ് എന്തായിരിക്കും? സിമ്പിൾ ആയിരിക്കും. പക്ഷെ സിമ്പിൾ ആണെന്നും പറഞ്ഞ് എസൈക്ലിക് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഫോർ എക്സാമ്പിൾ, ഇത് ഒരു ട്രയാങ്കിൾ. ഈ ഗ്രാഫ് എന്ന് പറയുന്നത് സിമ്പിൾ ഗ്രാഫാണ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് എസൈക്ലിക്. ഇത് തന്നെ ഒരു സൈക്കിളാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ എസൈക്ലിക് ഗ്രാഫ് എന്ന് പറയുന്ന സൈക്കിൾ ഇല്ലാത്ത ഗ്രാഫുകളെയാണ് എസൈക്ലിക് ഗ്രാഫുകൾ എന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ള എസൈക്ലിക് ഗ്രാഫ് ആണെങ്കിൽ അതിന് ലൂപ്സ് ഉണ്ടാവാൻ പാടില്ല, അതുപോലെ പാരലൽ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ എഡ്ജസ് ഉണ്ടാവാൻ
പാടില്ല. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻ, അതായത് എസൈക്ലിക്കിന്റെ ഡെഫിനിഷനിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്ന രണ്ട് കണ്ടീഷനാണ് ഏതൊക്കെയെന്ന് പറയുന്നത്. ലൂപ്സ് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത്, മൾട്ടിപ്പിൾ എഡ്ജസ് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത്. ഞാനൊരു ഗ്രാഫ്, ഇങ്ങനൊരു ഗ്രാഫ് ഈസ് ജി. ഈ ഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ്? എസൈക്ലിക് ഗ്രാഫാണ്. കാര്യം ഈ ഗ്രാഫിനകത്ത് സൈക്കിൾ ഇല്ല. ഇനി നമ്മൾ പുതിയ ഒരു ട്രീ എന്ന് പറയുന്ന ഒരു ഡെഫിനിഷൻ പറയാൻ പോവാണ്. ട്രീ എന്ന് പറയുന്നത് എ കണക്റ്റഡ് എസൈക്ലിക് ഗ്രാഫ്. ട്രീ ഇസ് എ കണക്റ്റഡ് എസൈക്ലിക് ഗ്രാഫ്. കണക്റ്റഡ് എസൈക്ലിക് ഗ്രാഫിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ട്രീ എന്ന് വിളിക്കുന്നത്. ട്രീ ഒരു കണക്റ്റഡ് ആണ്, പിന്നെ അതുപോലെ എന്തുവാണ്, അതിനകത്ത് ഒരു സൈക്കിളും ഉണ്ടാവാൻ പാടില്ല. അപ്പൊ കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഗ്രാഫ് കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഗ്രാഫിലെ ഏത് രണ്ട് പെയർ വെർട്ടെക്സ് എടുത്തു കഴിഞ്ഞാലും അത് തമ്മിൽ കണക്ട് ചെയ്യുന്ന എന്തുണ്ടാവണം? ഒരു പാത്ത് ഉണ്ടാവണം. ഒരു ഗ്രാഫിലെ ഏത് രണ്ട് വെർട്ടെക്സ് എടുത്തു കഴിഞ്ഞാലും അത് തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഒരു പാത്ത് ഉണ്ടാവണം. അതുകൊണ്ട് ഇവിടെ ഞാൻ ഈ വെർട്ടെക്സ് V1 എന്നും ഇതിനെ V2 എന്നും വിളിക്കുകയാണ്. ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്ന എന്തില്ല? പാത്ത് ഇല്ല. സോ ദിസ് ഗ്രാഫ് ഈസ് നോട്ട് കണക്റ്റഡ്. ഈ ഗ്രാഫ് എന്തിന് എക്സാമ്പിൾ ആണ്? നോട്ട് കണക്റ്റഡ്, ഡിസ്കണക്റ്റഡ് ഗ്രാഫാണ്. നോട്ട് കണക്റ്റഡ് അല്ലെ, ഇതിന് ഡിസ്കണക്റ്റഡ് എന്ന് പറയും. അപ്പോൾ നമ്മളൊരു ട്രീ എന്ന് പറയുന്നത് എന്താണ്? കണക്റ്റഡ് ഗ്രാഫാണ്. അതുപോലെ തന്നെ എന്താണ്? എസൈക്ലിക് ആണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഗ്രാഫ് എന്ന് പറയുന്ന ഒരു ട്രീ ഗ്രാഫാണ്. ഈ ഗ്രാഫ് ട്രീ ഗ്രാഫാണ്. ഈ ഗ്രാഫ് ട്രീ ഗ്രാഫ് ആവാൻ പറ്റത്തില്ല. കാര്യം ഇവിടെ എന്ത് വന്നു? ഒരു സൈക്കിള് വന്നു. ഈ ഗ്രാഫ് അഗെയിൻ ഒരു ട്രീ ആണ്. ഈ ഗ്രാഫ് ജി എന്ന് പറയുന്ന ഗ്രാഫ് എസൈക്ലിക് ആണ്, പക്ഷെ കണക്റ്റഡ് അല്ല. V1 V2 കണക്ട് ചെയ്യുന്നതുകൊണ്ട് എഡ്ജ് ഇല്ല. സോ ഇതെന്ന് പറയുന്നത് എന്താവത്തില്ല? ഒരു ട്രീ ആവത്തില്ല. അപ്പോൾ ട്രീ എന്ന് പറയുന്നത് എന്താണ്? ഒരു കണക്റ്റഡ് എസൈക്ലിക് ഗ്രാഫിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ട്രീ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എസൈക്ലിക് ഗ്രാഫ് പറഞ്ഞു, കണക്റ്റഡ് എസൈക്ലിക് ഗ്രാഫ് പറഞ്ഞു. ഇനി ഈ ട്രീകളുടെ കുറച്ച് പ്രത്യേകതകൾ നമ്മൾ പറയാൻ പോവുകയാണ്. ട്രീക്ക് ഉണ്ടാകുന്ന പ്രത്യേകതകളും അതുപോലെ എങ്ങനെയുള്ള ഗ്രാഫുകൾ ട്രീ ആകും എന്നുള്ളതുമാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. അതൊരു തിയറമായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. തിയറം ഫസ്റ്റ് പാർട്ട് പറയുന്നത് ലെറ്റ് U and V be distinct vertices of a tree T, then there is precisely one path from U to V. തിയറത്തിന് രണ്ട് പാർട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് പാർട്ട് മാത്രം ആദ്യം ഡിസ്കസ് ചെയ്യുന്നു, അതിനുശേഷം സെക്കൻഡ് പാർട്ടിലേക്ക് പോകുന്നു. അപ്പൊ നമ്മുടെ പറഞ്ഞേക്കുന്നത് എന്താ? ഒരു ട്രീ എന്ന് ടി എന്ന് പറയുന്ന ഒരു ട്രീ ആണ്. അതിലെ രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് വെർട്ടെക്സുകൾ എടുത്തു കഴിഞ്ഞാൽ അതിനെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഒരേ ഒരു പാത്ത് മാത്രമേ ഉണ്ടാവൂ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പൊ നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാം? അപ്പൊ ഞാൻ അസ്യൂം ചെയ്യുന്നു രണ്ട് പാത്ത് ഉണ്ടെന്ന് അസ്യൂം ചെയ്യാം. സപ്പോസ് there exist two paths connecting U and V. യുവിനെയും വിയെയും കണക്ട് ചെയ്യുന്ന രണ്ട് പാത്ത് ഉണ്ടെന്ന് അസ്യൂം ചെയ്യാം. ലെറ്റ് ഇറ്റ് ബി P1 ഈക്വൽ ടു P1 എന്ന് പറയുന്ന ഒരു പാത്ത് യുവിനെയും വിനെയും കണക്ട് ചെയ്ത് രണ്ട് പാത്ത് ഉണ്ട്. അതിനകത്ത് P1 എന്ന് പറയുന്ന ഒരു പാത്തായിട്ട് ഞാൻ എടുക്കുന്നു. P1 എന്ന് പറയുന്ന പാത്ത് U V1 V2 എക്സെട്ര VN V. യുവിനെയും വിയെയും കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പാത്താണ് ഇത്. ആൻഡ് P2 ഈക്വൽ ടു U1 U2 etc. some
യു എം വി. ഇങ്ങനെ രണ്ട് പാത്ത്, അതായത് ഇവിടെ ഈ വെർട്ടെക്സ് ആണ് യു എന്ന് പറയുന്നത്, ഈ വെർട്ടെക്സ് ആണ് വി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ കണക്ട് ചെയ്ത് ഞാൻ രണ്ട് പാത്ത്, ഇങ്ങനെ ഒരു പാത്ത് P1 എന്ന് പറയുന്ന ഒരു പാത്ത് ഉണ്ട്, ഇങ്ങനെ എങ്ങനെയോ വരുന്ന ഒരു പാത്ത് P2 എന്ന് പറയുന്ന പാത്ത്. ഇവിടെ രണ്ട് പാത്തുകൾ ഉണ്ടെന്ന് അസ്യൂം ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ രണ്ട് പാത്തില് രണ്ട് രീതിയിൽ ഈ പാത്തുകൾ വരാം, യു വി. ഒന്നെങ്കിൽ ഈ പാത്തുകൾ തമ്മിൽ എന്തുണ്ടാവാൻ പറ്റത്തില്ല, P1ഉം P2ഉം തമ്മിൽ എന്തുണ്ടാവത്തില്ല, ഇന്റർസെക്ഷൻ ഒന്നും തന്നെ ഉണ്ടാവത്തില്ല. P1 കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു പോയിന്റും ഏത് P2വിനകത്ത് ഉണ്ടാവത്തില്ല. P1ന് യു വി എന്ന് പറയുന്ന വെർട്ടെക്സ് അല്ലാതെ ഒരു വെർട്ടെക്സും കോമൺ ആയിട്ട് രണ്ട് പാത്തിലും ഉണ്ടാവാതിരിക്കാം. ഓക്കെ, അതുപോലെ നമുക്ക് ഈ രീതിയിൽ വരാം, കോമൺ ആയിട്ട് ഏതെങ്കിലും ഒരു വെർട്ടെക്സ് വരാം. അപ്പൊ ഞാൻ ഫസ്റ്റ് അസ്യൂം ചെയ്യുന്നത്, സപ്പോസ് P1 ആൻഡ് P2 does not contain any vertex in common other than യു ആൻഡ് വി. യുവും വിയും അല്ലാതെ ഇതിനകത്ത് കോമൺ ആയിട്ട് ഒരു വെർട്ടെക്സും ഇല്ല എന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ then P1 യൂണിയൻ P2 P1 യൂണിയൻ P2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, യു P1 എന്ന് പറഞ്ഞ യു V1 V2 എക്സെട്ര VN V. ഇനി ഇവിടുന്ന് വി, ഈ രണ്ടാമത്തെ പാത്ത് തിരിച്ചു വായിക്കാം, യു എം എക്സെട്ര U2 U1 U. അപ്പോൾ ഈ വരുന്ന എന്താ സംഭവിക്കുക, യുവിൽ നിന്ന് യുയിലേക്കുള്ള P1 യൂണിയൻ P2 എന്ന് എഴുതണമെന്നില്ല, ഈ സീക്വൻസ് ഓഫ് വെർട്ടീസസ് ഫോംസ് എ സൈക്കിൾ ഇൻ ടി. ടിക്കകത്ത് എന്ത് ഫോം ചെയ്യും, ഇതൊരു സൈക്കിള് ഫോം ചെയ്യും, വിച്ച് ഈസ് നോട്ട് പോസിബിൾ ഓർ വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ. അപ്പോൾ അങ്ങനെ വരാൻ പറ്റത്തില്ല. സോ അതൊരു കോൺട്രഡിക്ഷൻ ഫോം ചെയ്യും. അപ്പോൾ അങ്ങനെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഉള്ളതെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, രണ്ട് പാത്തും ഉണ്ടാവാൻ പറ്റത്തില്ല എന്നായി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അതല്ല, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടല്ല, രണ്ട് പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ രണ്ട് പാത്ത് യു വി എടുക്കുന്നു. അപ്പൊ യുവിൽ നിന്ന് വിയിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു പാത്താണ് P1 എന്ന് പറയുന്നത്. ഇനി അതുപോലെ യുവിൽ നിന്ന് വിയിലേക്കുള്ള അടുത്ത ഒരു പാത്താണ് എന്തെന്ന് പറയുന്നത്, P2 എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ രണ്ട് പാത്തുകൾ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് മോർ ദാൻ വൺ പോയിന്റ്സ് ഒക്കെ എന്തായിട്ട് വരാം, കോമൺ ആയിട്ട് വരാം. യുവും വിയും അല്ലാതെ വേറെ ഏതെങ്കിലും പോയിന്റ്സ് ഒക്കെ കോമൺ ആയിട്ട് വരാം. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ എന്ത് ചെയ്യും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ സപ്പോസ് ഈ ഒരു പോയിന്റ് W എന്ന് പറയുന്ന പോയിന്റ് യുവിനടുത്തുള്ള ഒരു പോയിന്റ് ആണ്, അത് P1ലും P2ലും കോമൺ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണെന്ന് അസ്യൂം ചെയ്യുന്നു. ഓക്കെ, W എന്ന് പറയുന്ന പോയിന്റ് യുവിന് അടുത്തായിട്ടുള്ള രണ്ട് പാത്തിലും കോമൺ ആയിട്ട് വരുന്ന ഒരു പോയിന്റ് ആണ് ഏതെന്ന് പറയുന്നത്, W എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ലെറ്റ് W be a point, W be the first point, W be the, അങ്ങനെ എഴുതാം, the first point from U which is common in P1 and P2. P1ലും P2ലും കോമൺ ആയിട്ടുള്ള പോയിന്റ് ആണ് W എന്ന് അസ്യൂം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ P1 എന്ന് പറയുന്ന പാത്ത് എങ്ങനെയുള്ള പാത്താ, P1 എന്ന് പറയുന്നത് V1 V2 എക്സെട്ര VN എന്ന് പറയുന്നത്. അപ്പോൾ then W belongs to P1 means W P1ൽ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, W equal to VI for some I. അതിനകത്ത് V1 V2 എന്ന് പറയുന്നതാണ് ഇന്റർമീഡിയറ്റ് വെർട്ടെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ W എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കണം, ഒരു VIക്ക് ഈക്വൽ ആയിരിക്കണം. ഇപ്പൊ W എന്ന് പറയുന്നത് എന്താണ്, ഒരു VIക്ക് ഈക്വൽ ആയിരിക്കണം. അതുപോലെ ഓൾസോ W belongs to
ബിലോങ്സ് ടു P2 മീൻസ് W ഈക്വൽ ടു എന്തായിരിക്കണം? സം UJ ആയിരിക്കണം ഫോർ സം J. ഇപ്പൊ W ഈക്വൽ ടു സം UJ ആയിരിക്കണം P2ന് കറസ്പോണ്ടിങ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ. ഇപ്പൊ P2ന് കറസ്പോണ്ടിങ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അത് സം UJ ആയിരിക്കണം. അതുപോലെ P1ന് കറസ്പോണ്ടിങ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതെന്തായിരിക്കണം? ഒരു സം VI ഫോമിലായിരിക്കണം വരേണ്ടത്. അപ്പൊ ഈ P1ന് കറസ്പോണ്ടിങ് ആയിട്ട് വരുമ്പോൾ ഈ വെർട്ടെക്സ് എന്ന് പറയുന്നത് എന്തിന് ഈക്വലാ? സം VIക്ക് ഈക്വലാ. ഓക്കെ, അപ്പോ പിന്നെ അതുപോലെ W എന്ന് പറയുന്ന മറ്റേ രണ്ടാമത്തെ പാർട്ട് P2ന് കറസ്പോണ്ടിങ് ആയിട്ട് എടുക്കുമ്പോൾ W എന്ന് പറയുന്നത് എന്തിന് ഈക്വലാ? സം UJക്ക് ഈക്വൽ ആണ്. അപ്പോൾ നമ്മൾ അവിടെ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയൊരു പാത്ത് കൺസ്ട്രക്ട് ചെയ്യുക. ആ പാത്ത് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: യുവിൽ നിന്ന് ഈ ഡബ്ല്യൂയിലേക്ക് വന്നിട്ട് പിന്നെ നേരെ കറങ്ങി യുയിലേക്ക് വരിക. ഓക്കെ, അപ്പൊ അതിനകത്ത് കോമൺ ആയിട്ടൊരു ഇതുമില്ല. അപ്പൊ നമ്മൾ ആ പാത്ത് എങ്ങനെയാ കൺസ്ട്രക്ട് ചെയ്യുന്നത്? then consider the closed consider the closed path ഏതാ? u v1 v2 etc vi minus 1 w. w എന്ന് പറഞ്ഞാൽ എന്താണ്? vi ആണ്. അത് എന്തിന് ഈക്വൽ ആണ്? യുജെക്ക് ഈക്വൽ ആണ്. അപ്പൊ യുജെ ആണ് തിരിച്ചിങ്ങോട്ട് വീണ്ടും ഇതിന്റെ അടുത്തേക്ക്. അപ്പൊ എന്താ വരിക? uj minus 1 uj minus 2 etc u1 u forms a cycle in T. ഓക്കെ, അതെന്ത് ഫോം ചെയ്യുന്നുണ്ട്? ഇതൊരു സൈക്കിള് ഫോം ചെയ്യും. അങ്ങനെ സൈക്കിള് ഫോം ചെയ്യാൻ പറ്റുമോ? ഇല്ല. വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ. ഇതൊരു കോൺട്രഡിക്ഷൻ ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിച്ചത്? നമ്മൾ രണ്ട് പാത്ത് ഉണ്ടെന്ന് അസ്യൂം ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? അതിനകത്ത് കോമൺ ആയിട്ട് പോയിന്റ് ഉണ്ടെങ്കിലും കോമൺ ആയിട്ട് പോയിന്റ് ഇല്ലെങ്കിലും എന്ത് സംഭവിച്ചു? കോൺട്രഡിക്ഷൻ സംഭവിച്ചു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പാത്തും ഉണ്ടാവാൻ പറ്റില്ല. ദാറ്റ് മീൻസ് every 2 point in a tree can be connected by only one path. ട്രീയിലെ ഏത് രണ്ട് വെർട്ടെക്സ് എടുത്താലും ആ രണ്ട് വെർട്ടെക്സിനെ കണക്ട് ചെയ്തുകൊണ്ട് എന്തേ ഉണ്ടാവാൻ പാടുള്ളൂ? ഒറ്റ പാത്തേ ഉണ്ടാവാൻ പാടുള്ളൂ. ഓക്കെ, അതിന്റെ ബി പാർട്ട് എന്ന് പറയുന്നത് let G be a graph without any loops if for every pair of distinct vertices u and v of G there is precisely one path from U to V, then G is a tree. സോ ഈ തിയറം പറഞ്ഞേക്കുന്ന ഒരു ജി എന്ന് പറഞ്ഞ ഒരു കണക്റ്റഡ് ജി ഈസ് എ ഗ്രാഫ് വിത്തൗട്ട് ലൂപ്സ് ആണ്. ജി എന്ന് പറയുന്ന ഒരു ഗ്രാഫ് വിത്തൗട്ട് ലൂപ്സ് ആണ്. ഏത് രണ്ട് പെയർ ഓഫ് വെർട്ടീസസ് എടുത്തു കഴിഞ്ഞാലും there exist only one path, ഒരേ ഒരു പാത്ത് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? ഇത് ഒരു ട്രീ ആണെന്ന് പ്രൂവ് ചെയ്യണം. സോ ദിസ് എ ക്യാരക്ടറൈസേഷൻ ഫോർ എ ഗ്രാഫ് ടു ബിക്കം എ ട്രീ. ഒരു ഗ്രാഫ് ട്രീ ആകാനുള്ള ഒരു ക്യാരക്ടറൈസേഷൻ ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് പറഞ്ഞേക്കുന്നത് എന്താ? സിൻസ് any two distinct vertices of G is connected by exactly one path. So G is a connected graph.
ശരിയല്ലേ? അതായത് ഈ ഗ്രാഫിന്റെ ഏത് രണ്ട് വെർട്ടെക്സ് എടുത്താലും അത് തമ്മിൽ കണക്ട് ചെയ്യുന്ന എന്തുണ്ടെന്നാ പറഞ്ഞേ? അത് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പാത്ത് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി? ജി എന്ന് പറഞ്ഞാൽ കണക്റ്റഡ് ആയി. ഇനി അപ്പൊ നമുക്ക് എന്ത് പ്രൂവ് ചെയ്താൽ മതി? ടു പ്രൂവ് ജി ഈസ് എ സൈക്ലിക്. ജി എസൈക്ലിക് ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. കാര്യം കണക്റ്റഡ് ഗ്രാഫ് ആണെങ്കിൽ കണക്റ്റഡ് ഗ്രാഫ് എസൈക്ലിക് ആണെന്നും കൂടെ നമുക്ക് എന്ത് ചെയ്താൽ മതി? പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നു, ജിക്കകത്ത് ഒരു സൈക്കിൾ ഉണ്ടെന്ന് വെച്ചോളാം. സപ്പോസ് ജി കണ്ടെയ്ൻസ് എ സൈക്കിൾ. ലെറ്റ് ഇറ്റ് ബി ജി ഈക്വൽ ടു v1 v2 എക്സെട്ര സം vn. അപ്പോൾ സി എന്ന് പറയുന്നത് എന്തുണ്ട്? ഒരു സൈക്കിളെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ v1 ആ സൈക്കിൾ എന്ന് പറയുന്നത് എങ്ങനെയാണ്? v1 vn അഗെയിൻ v1 വന്നാലേ സൈക്കിൾ ആവത്തുള്ളൂ. ഇങ്ങനെ വന്ന് vn വന്നു, പിന്നെ ഇങ്ങനെ അഗെയിൻ ഒരു എന്താ ഒരു സൈക്കിൾ ഉണ്ട്. അപ്പോൾ ശരിക്കും ഞാൻ v1 vn എന്ന് പറയുന്ന രണ്ട് വെർട്ടെക്സ് എടുക്കാം. ഓക്കെ, v1 vn, ഈ രണ്ട് വെർട്ടെക്സുകളെ കണക്ട് ചെയ്യുന്ന രണ്ട് പാത്ത് ഈ ഗ്രാഫിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ലേ? ഒന്ന് v1 vn, v1 vn. അപ്പോൾ p1 എന്ന് പറയുന്ന ഒരു പാത്തായിട്ട് ഞാൻ എടുക്കുന്നു. p1 ഈക്വൽ ടു v1 vn ആൻഡ് p2 ഈക്വൽ ടു v1 v2 vn. അതായത് ഈ വരുന്ന ബാക്കി പോർഷൻ ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത്? ഈ p2 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? then p1 and p2 are two distinct path connecting the vertices v1 and vn. v1നെയും vn-നെയും കണക്ട് ചെയ്തുകൊണ്ട് രണ്ട് പാത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങനെ ട്രീക്കകത്ത് രണ്ട് പാത്ത് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. which is not possible by our assumption. അപ്പോൾ നമ്മുടെ അസംഷൻ വെച്ചിട്ട് എന്താ പറയുന്നത്? ഈ കണക്റ്റഡ് എക്സാക്ട്ലി വൺ പാത്ത് കണക്റ്റിംഗ്, ഒരു പാത്ത് മാത്രമേ നമുക്കുള്ളൂ. അപ്പൊ നമ്മൾ ഇവിടെ എന്താ കിട്ടിയ? രണ്ട് പാത്ത് കിട്ടി. അത് നമുക്ക് പോസിബിൾ അല്ല. അത് പോസിബിൾ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ലീഡ്സ് ടു എ കോൺട്രഡിക്ഷൻ. അപ്പൊ ഇതൊരു കോൺട്രഡിക്ഷൻ ആണ്. സോ എന്തുകൊണ്ടാ കോൺട്രഡിക്ഷൻ സംഭവിച്ചത്? ഇതിനകത്തൊരു സൈക്കിൾ ഉണ്ടെന്ന് അസ്യൂം ചെയ്തുകൊണ്ടാ. ഹെൻസ് G doesn't contain a cycle. അപ്പൊ എന്തായി? G ഓൾറെഡി എന്തായിരുന്നു? G കണക്റ്റഡ് ഗ്രാഫ് ആയിരുന്നു. G is also acyclic. So G is an acyclic connected graph. അപ്പൊ നമുക്ക് എന്താ കിട്ടിയേ? That is G is a tree. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ജി എന്ന് പറയുന്നത് ഒരു ട്രീ ആയിട്ട് കിട്ടി. അപ്പൊ നമ്മുടെ തിയറം പറയുന്ന ഇതായിരുന്നു. രണ്ട് പാർട്ടായിരുന്നു തിയറത്തിലുണ്ടത്. ഒന്നെന്ന് പറയുന്നത് ഒരു ട്രീ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഏത് രണ്ട് വെർട്ടെക്സ് എടുത്തു കഴിഞ്ഞാലും ആ വെർട്ടെക്സിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരേ ഒരു പാത്ത് മാത്രമേ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളതായിരുന്നു ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ട് പറയുന്ന ഇതായിരുന്നു. ജി എന്ന് പറയുന്നത് ഒരു ഗ്രാഫാണ്. ആ ഗ്രാഫിന്റെ ഏത് രണ്ട് വെർട്ടെക്സിനെ കണക്ട് ചെയ്യുന്നത് ഒരേ ഒരു പാത്ത് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ എങ്കിൽ അതൊരു ട്രീ ആണെന്നാണ് സെക്കൻഡ് പാർട്ട് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്യാരക്ടറൈസേഷൻ ആണ്. ട്രീയുടെ ഒരു ക്യാരക്ടറൈസേഷൻ ആണ്.